ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിർഷദന്തമോന്തം സംസാരിണം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുഗിതാവതാരം അപാര സംസാര സമുദ്രസേതും ഭജാമഹേ ഭാഗവത സ്വരൂപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അച്യുതാത്മാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതരം ഭക്തജ്ഞം നമാമി ഭക്തിശക്തികം. ഹരേ കൃഷ്ണ. അവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. കഴിഞ്ഞ വീക്കിൽ നമ്മൾ എന്തോ പഠിച്ചുകൊണ്ടിരുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. എവിടം വരെ എടുത്തിരുന്നു? ഏത് ശ്ലോകമാണ് പഠിച്ചിരുന്നത്? ഹരേ കൃഷ്ണ. കാരണം ഭാഗവതമാണ്, ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. തദേവ രമ്യം രുചിരം നവം തദേവ ശശ്വൻ മനസോ മഹോത്സവം തദേവ ശോകാർണവ ശോഷണം നൃണാം ഇതുത്തമ ശ്ലോകയശോനുഗീയതേ. ഈ അത്രമാത്രം പ്രാധാന്യമുള്ള ഈ ബുക്കില് ഏത് ശ്ലോകം വരെ പഠിച്ചു എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ധൃതരാഷ്ട്രർ കൊട്ടാരം ഉപേക്ഷിക്കുന്നു. അതിനകത്തിലെ 6ാമത്തെ ശ്ലോകമാണ്. 5 വരെ പഠിച്ചു. 5 വരെ പഠിച്ചു. ഹരേ കൃഷ്ണ. 6ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഹരേ കൃഷ്ണ. മുമുജു പ്രേമബാഷ്പൗഖം വിരഹ ഉത്കണ്ഠ്യകാതരഃ രാജാതമർഹയാം ചക്രേ കൃതാസന പരിഗ്രഹം. മുമുജു പ്രേമബാഷ്പൗഖം വിരഹ ഔത്കണ്ഠ്യകാതരഃ രാജാതം അർഹയാം ചക്രേ കൃതാസന പരിഗ്രഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഗുരുദേവ് കി ജയ്. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ പുതരേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നാമിനി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ പുതരേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനി. ഹരേ കൃഷ്ണ. മുമുചു, ശ്ലോകം നമ്പർ 6 മുമുചു പ്രേമ ബാഷ്പ ഓഖം. ബാഷ്പൗഖം എന്നുള്ളത് ബാഷ്പ ഓഖം. വിരഹ ഔത്കണ്ഠ്യ കാതരഹ രാജ തം അർഹയൻ ചക്രേ കൃതാസന. കൃതാസനെ നമ്മൾ പിരിക്കുമ്പോഴേ കൃത പ്ലസ് ആസന, ആസന്ന.
അവിടെ കൃതാസന പരിഗ്രഹം, പരിഗ്രഹം ഇത്രയും വാക്കുകളാണ് ഇവിടെ ഉള്ളത്. കൃതാസൻ അപരിഗ്രഹം അങ്ങനെ വേണേലും എടുക്കാം. പക്ഷെ ഇവിടെ കൃതാസൻ പരിഗ്രഹം, ആസന്നെ അല്ല, കൃതാസൻ പരിഗ്രഹം. മുമിച്ചു പ്രേമബാഷ്പൗഖം വിരഹ ഔത്കണ്ഠ്യകാതരഃ രാജ തമർഹയാം ചക്രേ കൃതാസന പരിഗ്രഹം. അടുത്ത ശ്ലോകം കൂടി വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ചെടുക്കാം. ശ്ലോകം 7. തം ഭുക്തവന്തം വിശ്രാന്തമാസീനം സുഖമാസനേ പ്രശ്രയാവനതോ രാജ പ്രാഹ തേഷാം ച ശൃണ്വത. തം ഭുക്തവന്തം വിശ്രാന്തമാസീനം സുഖമാസനേ പ്രശ്രയാവനതോ രാജ പ്രാഹ തേഷാം ച ശൃണ്വത. തം ഭുക്തവന്തം വിശ്രാന്തം, ഇവിടെ വിശ്രാന്തം എന്നുണ്ട്. വിശ്രാന്തം ആസീനം സുഖം ആസനേ പ്രശ്രയ അവനത, പ്രശ്രയ അവനതഃ രാജ പ്രാഹ തേഷാം ച ശൃണ്വത. തം ഭുക്തവന്തം വിശ്രാന്തമാസീനം സുഖമാസനേ പ്രശ്രയാവനതോ രാജ പ്രാഹ തേഷാം ച ശൃണ്വത. ഹരേ കൃഷ്ണ. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരത്നാദാന്വിതം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖനിധംശ്ച ഹേ കൃഷ്ണകരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി നമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. 6ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മുമുജു പ്രേമ ബാഷ്പൗകം വിരഹൗത്കണ്ഠ്യകാതരാഃ രാജാ തമർഹയാൻ ചക്രേ കൃതാസന പരിഗ്രഹം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 7 കൂടി വായിക്കും. വേറെ ആരെങ്കിലും ഒന്ന് വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തം ഭുക്തവന്തം വിശ്രാന്തം ആസീനം സുഖമാസനേ പ്രശ്രയാവനതോ രാജ പ്രാഹ തേഷാം ച ശൃണ്വതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആദ്യത്തെ ശ്ലോകത്തിലെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നമുക്ക് നോക്കാം. രണ്ടും തമ്മിൽ ഇനി വരുന്ന ശ്ലോകങ്ങളെല്ലാം അടുപ്പിച്ചുള്ളതാണ്. മുമുച്ചു എന്ന് പറഞ്ഞാല് ഒരു എന്തെങ്കിലും ഒരു കാര്യം വെളിയിലേക്ക് വിടുക, പുറപ്പെടുവിക്കുക എന്നൊക്കെ പറയും മുമുച്ചു. പ്രേമ ബാഷ്പൗഖം, പ്രേമം ബാഷ്പഓഖം എന്നാണ്. നമ്മളെ കൊണ്ടുവരുമ്പോഴേ വികാരാവേശത്താൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങൾ ബാഷ്പപരമായിട്ടുള്ളത്. വികാര ആവേശം വരുമ്പോഴത്തേക്കും നമ്മളിൽ നിന്ന് നമുക്ക് വിയർക്കുകയും ആഗമ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. വിരഹം അറിയാം, മലയാളം തന്നെ. ഔത്കണ്ഠ്യ, അതും എല്ലാവർക്കും അറിയാം, ഉത്കണ്ഠയാണ്. കാതരയാണവൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേദന അനുഭവിക്കുന്നു. കാതര, വേദനിപ്പിക്കപ്പെടുകയാൽ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. രാജ, ഇവിടെ രാജാവ് യുധിഷ്ഠിര രാജൻ. തം, അദ്ദേഹത്തിന്, ഇവിടെ അദ്ദേഹത്തിന് എന്ന് പറയുമ്പോൾ ആർക്കാണ്? ക്ഷത്ത അല്ലെങ്കിൽ വിതുരർക്ക്. അർഹയാം ചക്രി, അർപ്പിച്ചു. കൃത്ത, നിർവഹിക്കയാൽ. ആസന, നീ എന്തെല്ലാം ഇരിപ്പിടം നൽകുക എന്നുള്ള, ആസനം നൽകി ഇരിപ്പിടം നൽകി എന്നുള്ളതാണ്. പരിഗ്രഹം, അതിന് എന്തെല്ലാം സജ്ജീകരണങ്ങൾ വേണമോ അതെല്ലാം ഒരുക്കി. അപ്പം വിതുരർ വന്നെത്തി എന്നറിഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ആരെല്ലാമാണ് വിതുരരെ കണ്ടെത്തുന്നതിന് വേണ്ടി, വിതുരരെ കാണുന്നതിന് വേണ്ടി അവിടേക്ക് ഓടി വന്നത് എന്ന് പറഞ്ഞിരുന്നു.
അപ്പൊ ഇനി അതിന്റെ ബാക്കി ഒരുക്കങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ചൊന്നും ഫിലോസഫിക്കലായിട്ട് പറയുന്നില്ല. അദ്ദേഹം വന്നപ്പോഴത്തേക്ക് അത് അവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തത്. ഒരു രാജാവ് എങ്ങനെയാണ് രാജകുടുംബത്തിലെ ഏറ്റവും പ്രധാനികൾ വരുമ്പോൾ അവരെ അംഗീകരിക്കുന്നത്, അവരെ എങ്ങനെയാണ് ആസനസ്ഥനാക്കുന്നത്, അവരെ എങ്ങനെയാണ് വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന്റെ വിവർത്തനത്തിൽ എല്ലാവരും ഉത്കണ്ഠയോടുകൂടി എന്താണ് വിതുരരെ കാണാതെ, തങ്ങളുടെ കൊച്ചച്ഛനെ കാണാതെ വളരെ ഉത്കണ്ഠയോടുകൂടി, എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം ആരും നോക്കാനില്ലാതിരുന്ന കുഞ്ഞുങ്ങളെ തന്റെ ചിറകുകൾക്കുള്ളിൽ വെച്ച് വളർത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ വളർത്തിയെടുത്ത അദ്ദേഹമാണ് ആരോടും പറയാതെ ഇറങ്ങിപ്പോയത്. അപ്പൊ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങ് സന്തോഷമായി. ഇനി അദ്ദേഹം കാണുമല്ലോ ഇവിടെ. അതോടൊപ്പം അവർക്കെല്ലാം ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കാലമായി കാണാതിരിക്കുന്നു. എത്രയോ കാലമായിട്ട് അദ്ദേഹം പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മൈത്രേയനുമായിട്ടുള്ള എല്ലാ സംഭാഷണങ്ങളും, മൈത്രേയനിൽ നിന്ന് ഭഗവാനെ കുറിച്ചുള്ള എന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ടോ അതേക്കുറിച്ചെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതെല്ലാം മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെ മൈത്രേയനെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ശ്രവിച്ചതിന് ശേഷം അത്രയും കാലം വിരഹം എവർക്കുണ്ടായി എന്നുള്ളതാണ് ഇവിടെ പാണ്ഡവർക്കുണ്ടായി. അപ്പം ദീർഘകാലത്തെ വിരഹം കൊണ്ടും സ്നേഹപാരമ്യത്താലും എന്ന് വെച്ചാൽ അവരെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ആളാണ്. വേണ്ട സമയത്തെല്ലാം ഒരുപാട് സ്നേഹം നൽകിയിരുന്നു. അങ്ങനെ ആ മനസ്സിലെ സ്നേഹം ഇവരിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ സ്നേഹപാരമ്യത്താൽ അവരെല്ലാം കണ്ണീര് പൊഴിച്ചു. അവർക്കെല്ലാം കരച്ചിൽ വരികയാണ് കാണാതിരുന്ന് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷവും സങ്കടവും എല്ലാം കൂടി. കാണാതെ പോയല്ലോ എന്നുള്ള സങ്കടം ഒരു വശത്ത്, കണ്ടപ്പോഴുണ്ടായ സന്തോഷം ഒരു വശത്ത്. അങ്ങനെ അവിടെ എല്ലാം വന്നപ്പോഴത്തേക്ക് അവരെല്ലാം ബഹളം കാണിക്കുകയായിരുന്നു. കാരണം ആ സന്തോഷം പ്രകടമാക്കുകയായിരുന്നു. അപ്പൊ മഹാരാജ് യുധിഷ്ഠിരൻ അദ്ദേഹത്തെ സ്വീകരിച്ച് ഇരുത്തി അദ്ദേഹത്തിന് എന്തെല്ലാം സജ്ജീകരണങ്ങൾ നൽകാമോ അതെല്ലാം നൽകി എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഇനി അദ്ദേഹം വന്നു, അദ്ദേഹത്തെ തം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എന്ന് വെച്ചാൽ വിതുരം അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്നത് വിതുരരെ ഭുക്തബന്ധം എന്ന് വെച്ചാൽ ഒരാൾ വീട്ടിൽ വന്നു. എന്താണ്? അദ്ദേഹം ക്ഷീണിച്ച് വരികയാണ്. എത്രയോ കാലമായിട്ട് നമ്മുടെ കൊട്ടാരത്തിലേക്ക് വരുന്ന ആളാണ്, കൊട്ടാരത്തിനെ നോക്കി നടത്തിയിരുന്ന ആളാണ്, സർവ്വകാര്യങ്ങളും എന്താ അവരെ എല്ലാം നയിച്ചിരുന്ന ആൾ. അപ്പൊ അതുകൊണ്ട് തം ഭുക്തബന്ധം, അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തിന് വേണ്ടുവോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്ത് ഇഷ്ടമുണ്ടോ അതെല്ലാം ഒരുക്കി കൊടുത്ത് അദ്ദേഹത്തെ ഭക്ഷണം നൽകിയതിന് ശേഷം വിശ്രാന്തം എന്ന് പറയുമ്പം അദ്ദേഹത്തിന് ആവശ്യമായ എന്ന് വെച്ചാൽ വളരെ ക്ഷീണിച്ചു വരുന്ന ആളാണ്, അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ള അവസരം നൽകി. അങ്ങനെ ഭഗവാൻ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. സുധാമാവ് വന്ന് എത്തുന്ന അവസരത്തില് സുധാമാവിനെ വിശ്രമിക്കാനുള്ള അവസരം നൽകി. ഇവിടെയും അതുപോലെ എന്താണ്? തങ്ങളുടെ എല്ലാമായിരുന്ന വിരുദ്ധർക്ക് വിശ്രമിക്കാനുള്ള അവസരം നൽകി. ആസീനം എന്ന് വെച്ചാൽ ഇരുത്തിക്കൊണ്ട്, അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ഏറ്റവും എന്താണ് നല്ല സീറ്റ് നൽകിക്കൊണ്ട്, സുഖമാസനെ, എവിടെയാണ് ഇരുത്തിയത്? സുഖമായി ഇരിക്കപ്പെട്ടതായ സുഖമാസനത്തിലാണ്. എന്ന് വെച്ചാൽ സുഖതമായ ഇരിപ്പിടത്തിൽ. അവനഥ എന്ന് വെച്ചാൽ വളരെ സ്വാഭാവികമായിട്ടും അതുപോലെ മാന്യമായ രീതിയിലും വളരെ വിനീതനുമായി ആയിട്ട്. ഇനി രാജ, ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് പ്രഹ സംസാരിക്കാൻ ആരംഭിക്കുക. തേഷാം ച എന്ന് പറഞ്ഞാൽ അവരെല്ലാവരാലും ശൃണ്വതാം കേട്ടിരുന്നു എന്ന് മാത്രമാണ് ഇവിടെ. ശൃണ്വതാം കേൾക്കപ്പെട്ടിരുന്നു എന്നുള്ളത്. തം ഭുക്തബന്ധം വിശ്രാന്തം ആസീനം സുഖമാസനെ പ്രശ്രയാവനതോ രാജ തേഷാം ച ശൃണ്വത. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. തം ഭുക്തബന്ധം വിശ്രാന്തം ആസീനം സുഖമാസനെ പ്രശ്രയാവനതോ രാജ പ്രാഹസ്വാനാം വിശൃണ്വതാം. ഹരേ കൃഷ്ണ. പ്രാഹ തേഷാം ച ശൃണ്വത. പ്രാഹ തേഷാം ച ശൃണ്വത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തം ഭോക്തവന്തം വിശ്രാന്തം ആസീനം സുഖമാസനെ
പ്രസയാവനതോ രാജാ പ്രാഹ തേഷാം ച ശൃണ്വതാം. ഹരേ കൃഷ്ണ. ഇവിടെ ഒരു രാജകൊട്ടാരമായാലും ഒരു വീടായാലും ഒരു അതിഥി വന്നെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇവരുടെ എല്ലാമായ അതിഥിയാണ് അവിടെ വന്നെത്തിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്, രാജാവ് എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതെന്നാണ് ഇവിടെ പറഞ്ഞത്. ആദ്യമേ അദ്ദേഹത്തിന് ആഡംബര സമൃദ്ധമായിട്ട് ഭോജനം നൽകി, വേണ്ട വിശ്രമം കൊടുത്തു, സുഖമായ ആസനസ്ഥനാക്കി, എന്നിട്ടാണ് അദ്ദേഹത്തെ ഇരുത്തി. അല്ലാതെ വന്ന് കയറുമ്പോഴേ അങ്ങ് എവിടെയായിരുന്നു, എന്താ ഞങ്ങളെ ഇട്ടേച്ച് പോയില്ലേ എന്നൊക്കെ ധൃതി വെച്ച് അങ്ങ് ചോദിക്കല്ല. അവരുടെ മനസ്സിൽ അതെല്ലാം ഉണ്ട്. എന്തിനാണ് ഇദ്ദേഹം പോയത്, എന്തുകൊണ്ട് പോയി, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സുഖമായി ഇരുത്തി, സുഖമായി അദ്ദേഹത്തിന് ആവശ്യമായ ഭോജനം നൽകി, വിശ്രമിപ്പിച്ചു, അതുപോലെ ആസനസ്ഥനാക്കി. അതിനുശേഷം വിശേഷങ്ങൾ ആരായിരുന്നു. അപ്പോഴവിടെ ആരുണ്ട്, ആ കൊട്ടാരത്തിൽപ്പെട്ട അവരുടെ ബന്ധുക്കൾ എല്ലാവരും അവിടെ ഉണ്ട്. അത് മറ്റുള്ളവർ, രാജാവാണ്, ചക്രവർത്തിയാണ് ഇവിടെ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ എന്താണ്, മറ്റുള്ളവരെല്ലാം അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് ഇതൊരു രാജാവാണ്. അപ്പം രാജാവ് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന രീതിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവരെ എങ്ങനെ അവർ സ്വീകരിച്ചു എന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട്. അദ്ദേഹം പോകാൻ കാരണക്കാരൻ ആരാണെന്ന് അവർക്കറിയാം. എന്താണ് സംഭവം എന്ന് അവർക്ക് വ്യക്തമല്ല, എന്നിരുന്നാൽ പോലും അവർക്കത് അറിയാവുന്നതാണ്. അപ്പൊ ഏത് രീതിയിലാണ് ഒരു അതിഥിയെ സൽക്കരിക്കേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ആര് നമ്മുടെ കുടുംബത്തിൽ വന്നെത്തിയാലും, അതേസമയം ഇവിടെ കൊട്ടാരമാണ്, കുടുംബത്തിൽ വന്നെത്തിയാലും അതിഥിയെ സൽക്കരിക്കേണ്ട വിധത്തെ കുറിച്ച് ഇവിടെ നമുക്കൊരു അറിവ് നൽകിയിരിക്കുകയാണ്. അപ്പം വിദുരരെ കുറിച്ച് അറിയാൻ അവര് തയ്യാറാവുകയാണ്. പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് ഇല്ല. ഹരേ കൃഷ്ണ. ഇനി യുധിഷ്ഠിര എന്താണ് ചോദിച്ചത് എന്നുള്ളതാണ്. യുധിഷ്ഠിര ഉവാചാം അഭിസ്മരതനോ തുഷ്മത് പക്ഷശ്ചായാസമേധിതാൻ വിവദ്ഗണാദ്വിഷാജ്ഞാതിർ മോചിതായസ്യ മാതൃകാഃ. അഭിസ്മരതനോ തുഷ്മത് പക്ഷശ്ചായാസമേധിതാൻ വിവദ്ഗണാദ്വിഷാജ്ഞാതിർ മോചിതായസ്യ മാതൃകാഃ. അഭിസ്മരതനോ, അഭിസ്മരത, യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, അഭിസ്മരത, അങ്ങ് ഓർക്കുന്നുണ്ടോ? സ്നേഹ പാരമ്യത്തിലാണ് അവരെല്ലാം. തങ്ങളുടെ ആ കൊച്ചച്ഛനോടുള്ള ആ വാത്സല്യം കവിഞ്ഞൊഴുകയാണ്. അവരെ രക്ഷിച്ചത് ആരാണ് എന്നുള്ളത് പറയുകയാണ്. അഭിസ്മരത, അങ്ങ് ഓർക്കുന്നുണ്ടോ? നോ എന്ന് പറഞ്ഞാൽ നഹ എന്നാണ് അവിടെ. നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ. യുഷ്മത്, അങ്ങയിൽ നിന്നും. യുഷ്മത് കാരണം അങ്ങയാൽ എന്നും പറയാം, അങ്ങയിൽ നിന്നും. പക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകുകള്. ഒരു പക്ഷിയുടെ ചിറകിൻ കീഴിൽ എന്നതുപോലെ അങ്ങയ്ക്കും ഞങ്ങളോട് പക്ഷമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പക്ഷാഭേദമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ പക്ഷാഭേദം ഉണ്ടായി? ഒരു പക്ഷിയുടെ ചിറകിൻ കീഴുന്ന പോലെ ഞങ്ങളോട് അങ്ങ് പക്ഷാഭേദം കാണിച്ചിരുന്നു എന്ന് പറയാം. ച അസ്യ എന്ന് പറഞ്ഞാൽ സംരക്ഷണം ഞങ്ങൾക്ക് നൽകിയിരുന്നു. സമേധിതാൻ, അങ്ങയാൽ വളർത്തപ്പെട്ട, വിപദ്ഗണാതെ, പലതരത്തിലുള്ള ആപത്തുകളിൽ നിന്നും, വിഷത്തിൽ നിന്നും, അഗ്നിയാതെ, അഗ്നിയിൽ നിന്നും, മോചിത, രക്ഷപ്പെടുത്തി. യത്, അങ്ങനെ എന്തെല്ലാമോ അങ്ങ് ചെയ്തു. എന്തെല്ലാം ചെയ്തു. സഹ, കൂടെ, മാതൃക, ഞങ്ങളുടെ മാതാവ്. അപ്പം വേർഡ്സ് എന്താണ്? അപി സ്മരത നഹ യുഷ്മദ് പക്ഷശ്ചായാസമേധിതാൻ വിപദ്ഗണാത് വിഷ അജ്ഞാതേർ മോചിത യസ്യ മാതൃകാഃ. അഗ്നിയാദേഹേ എന്നാണ് അത് പിരിക്കുമ്പോഴേ. വിപദ്ഗണാത് അത് പിരിക്കുമ്പോഴേ വിപദ്ഗണാത് കഴിഞ്ഞിട്ട് വിഷ, പിന്നെ അഗ്നി ആദേഹേ, ആദേർന്ന് കൊടുത്തേക്കുന്ന ആദേഹേ മോചിത യസ്യ മാതൃകാഃ. അപ്പൊ യസ്യ എന്ന് പറയുന്ന യദേ പ്ലസ് സ, യസ്യ മാതൃകാഃ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ.
ഓം നമോ ഭഗവതേ വാസുദേവായ. യുധിഷ്ഠിര ഉവാച അഭിസ്മരതനോ യുഷ്മത് പശ്ചായാസമേധിതാൻ വിപദ്ഗണാദൃശാജ്ഞാതേർ മോചിതായ സമാതൃകാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അവിസ്മരത്നോ ഉഷ്മത് പശ്ചായ സമേതിതാൻ വിപദ്ഗണാദി അഗ്നി വിപദ്ഗണാദിശ അഗ്നിദേർ മോചിതായൽ സമാതൃകാഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിപദ്ഗണാത് വിഷ അഗ്നിയാദേഹി, അങ്ങനെയാണ്. വിപദ്ഗണാത് വിഷാഗ്നി ഒന്നിച്ച് പറയുമ്പം വിപദ്ഗണാത് വിഷാഗ്നി എന്നാണ്. വിപദ്ഗണാത് വിഷ അഗ്നിയാദേ, അത്രയും 3 വാക്കുകളാണ്. വിപദ്ഗണാത് വിഷ അഗ്നിയാദേ. അപ്പം ചേർത്ത് പറയുമ്പം വിപദ്ഗണാത് വിഷാജ്ഞാതേർ എന്ന് പറഞ്ഞാൽ മതി. ഇർ വരുന്നത് അവിടെ എന്താണ്? വിസർഗമാണ്. വിപദ്ഗണാത് വിഷാജ്ഞാതേർ മോചിതായസ്യ മാതൃകാഃ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ ആരാണ് വായിക്കുന്നത്? മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. യുധിഷ്ഠിര ഉവാച അഭിസ്മരതനോ യുഷ്മത് പശ്ചായാസമേധിതാൻ വിപദ്ഗണാത് വിഷാജ്ഞാതേർ മോചിതായൽ സമാതൃകാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ, എന്റെ വിവർത്തനം വായിക്കും ആരെങ്കിലും. ഹരേ കൃഷ്ണ. മഹാരാജാവ് യുധിഷ്ഠിരൻ പറഞ്ഞു, നാനാവിധത്തിലുള്ള അത്യാഹിതങ്ങളിൽ നിന്നും ഞങ്ങളുടെ മാതാവിനോടൊപ്പം ഞങ്ങളെ അങ്ങ് എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? പക്ഷിയുടെ ചിറകുകൾ എന്ന പോലെ അങ്ങയുടെ പക്ഷപാതം ഞങ്ങളെ വിഷബാധയിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും രക്ഷിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ഭക്തിവേദാന്ത സംശ്രീല പ്രഭുവാദിക്ക്. ഹരേ കൃഷ്ണ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യുധിഷ്ഠിരൻ ഓർക്കുകയാണ് അവരുടെ ചെറുപ്പത്തെ കുറിച്ച്. അവരെത്ര കഷ്ടപ്പെട്ട് അവരെ എങ്ങനെയാണ് കാട്ടിൽ പോയിരുന്നു, കാട്ടിലായിരുന്നു അല്ലേ. അപ്പൊ അവിടെ വെച്ച് പാണ്ഡു മഹാരാജാവ് മരണമടഞ്ഞതിന് ശേഷം അകാല മൃത്യുവാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അതിനുശേഷം ആ വിധവയായി തീർന്ന കുന്തി മഹാറാണിയും അതുപോലെ അവരുടെ 5 മക്കളും, അവരുടേതും അവരുടെ അനിയത്തിയുടെ, അങ്ങനെ 5 മക്കളുമായിട്ട് അവർ തിരിച്ചിവിടെ വരുമ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സ്വീകരണമല്ല അവിടെ ലഭിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. അപ്പം രാജകൊട്ടാരമാണ്, രാജാവായിരുന്നു പാണ്ഡു. അദ്ദേഹം അങ്ങനെ കാട്ടിൽ വെച്ച് മരിക്കാനിടയായി. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അതിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ശാപം അനുസരിച്ച് അദ്ദേഹം മരണമടഞ്ഞു. ആ സമയത്ത് ഇവരെ എല്ലാവരെയും ഇവിടെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. കൊട്ടാരത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ തന്നെ ധൃതരാഷ്ട്രക്ക് അവരോട് ഒരു വൈരമുണ്ട്. എന്തുകൊണ്ട്? നേരത്തെ തന്നെ രാജാവാകേണ്ടിയിരുന്ന ധൃതരാഷ്ട്രൻ അദ്ദേഹത്തിന് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് പാണ്ഡു മഹാരാജാവിന് രാജാവാകാൻ പറ്റിയത്. അങ്ങനെ പാണ്ഡു രാജാവായപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാ മുറുമുറുപ്പും ദേഷ്യവും അന്ധനായ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആ ഭാവഭേദങ്ങളെല്ലാം ഈ ധൃതരാഷ്ട്രയിൽ നേരത്തെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ചിവിടെ വരുന്നു. അദ്ദേഹം മരണമടയുന്നു, അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് എത്തിക്കുന്നു. അത് വേണ്ട രീതിയിൽ അവരെ രാജാവായിരുന്ന ആളാണ്, അപ്പൊ ചക്രവർത്തിയായിരുന്ന ആളാണ്. അപ്പൊ അത് വേണ്ട രീതിയിൽ എന്ത് ചെയ്യുന്നു, മറവ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കുന്നുണ്ട്. അപ്പൊ അത് എല്ലാം കഴിഞ്ഞു അവരിവിടെ താമസിക്കുകയാണ്. പക്ഷെ ഇവിടെ താമസിക്കുന്നതിൽ കാരണം ഒരല്പ ദേഷ്യം അവർക്കുണ്ടാകാൻ കാരണം ഈ യുധിഷ്ഠിരനാണ് രാജാവാകേണ്ടത്. ആ ഒരു രീതി ധൃതരാഷ്ട്രക്കും ഇഷ്ടമാകുന്നില്ല, അതുപോലെ മക്കൾക്കും ഇഷ്ടമാകുന്നില്ല. ധൃതരാഷ്ട്രക്ക് മനസ്സിൽ തനിക്കോ അത് സാധിച്ചില്ല, തനിക്കിപ്പം പാണ്ഡു മരിച്ചത് കൊണ്ടാണ് കിട്ടുന്നത്, അതുപോലെ ഇനി തന്റെ മക്കൾക്കും ലഭിക്കില്ലല്ലോ എന്നുള്ള ആ ചിന്ത അദ്ദേഹത്തിനെ ഒലച്ചിരുന്നു. വളരെയധികം ദേഷ്യമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ വന്നപ്പോ എന്തെല്ലാമാണ് അവർക്ക് സംഭവിച്ചിരുന്നത്. അപ്പൊ ഇവര് തിരിച്ചെത്തുമ്പോൾ എല്ലാ മുതിർന്ന അംഗങ്ങളും, വിശേഷിച്ച് ഭീഷ്മദേവനും മഹാത്മാ വിതുരരും അവരെല്ലാവരും കുട്ടികളെ വളരെയധികം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിൽ പ്രത്യേകിച്ചും വിതുരർക്ക് ഇവരോടൊരു പക്ഷപാതം ഉണ്ടായിരുന്നു. വിതുരർക്ക് ശരിക്കറിയാൻ ചേട്ടന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയും ഇവരോട് മറ്റൊന്നും കൊണ്ടല്ല, രാജഭരണം
അവരിൽ നിന്ന് പോകുമല്ലോ. യുധിഷ്ഠിരനാണ് മൂത്തത് എന്നുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ശ്ലോകത്തിൽ കണ്ടു. എന്താണ്? രണ്ടുപേരും ഗർഭിണികളായിരുന്നു, ഗാന്ധാരിയും അതുപോലെ കുന്തി മഹാറാണിയും. പക്ഷെ ഗാന്ധാരി പ്രസവിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴേ അവർക്ക് ദേഷ്യം വരികയും അവര് വയറ്റത്തടിച്ച മാംസപിണ്ഡത്തെ എടുക്കുന്നത് അതുമൊക്കെ നമ്മൾ വായിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ സമയം മുതൽ അവർക്ക് എല്ലാവർക്കും ഇവരോടൊപ്പം ദേഷ്യമുണ്ട്. അങ്ങനെ പക്ഷെ ഇവരിവിടെ വന്നു കഴിഞ്ഞപ്പോ അവരെ സംരക്ഷിച്ചേ പറ്റൂ. അങ്ങനെ പേരിന് അവരെ സംരക്ഷിക്കുന്നുമുണ്ട്. ആ സമയത്ത് എന്തെങ്കിലും രീതിയിൽ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. അപ്പം വിതുരര് ഇവരോട് പക്ഷപാതമുള്ള ആളായിരുന്നു എന്ന് വെച്ചാൽ വിതുരര് ആരെയും അറിയാതെ ഇവരെ സംരക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പൗത്രന്മാരുടെ സംരക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയ ആളാണ് വിതുരര്. അപ്പം ഒരുപാട് ധൃതരാഷ്ട്ര ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നുവെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഭാവാർത്ഥത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പം ധൃതരാഷ്ട്രയുടെ വിശ്വസ്ത സേവകനായിരുന്നു വിതുരര്. കാരണം അദ്ദേഹത്തിന് ധൃതരാഷ്ട്രം വളരെ ഇഷ്ടമാണ്. കാരണം ഒന്നാമത്തെ കാര്യം അദ്ദേഹം അന്ധനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് രാജ്യം കിട്ടേണ്ടിയിരുന്നത് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വിഷമവും ഇതെല്ലാം കണ്ട ആളാണ് വിതുരര്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് കാണുമെന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം. ഏത് രീതിയിൽ ഈ പാണ്ഡവന്മാരെ 5 പേർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് അച്ഛന്റെയും മകന്റെയും കൈകളുണ്ട് എന്നും അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ, അച്ഛനില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കാൻ വിതുരർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം സുഭദ്രക്ക് വേണ്ടിയുള്ള ധൃതരാഷ്ട്രരുടെ രാജനൈതികമായ ദുരഭിലാഷം അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. എത്രമാത്രം സ്നേഹം ജ്യേഷ്ഠനോടുണ്ടെങ്കിലും ഈ കാര്യത്തിൽ അദ്ദേഹം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പം പാണ്ഡവരോടും കൗരവരോടും അവർക്ക് തുല്യ സ്നേഹമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ഇത് അദ്ദേഹത്തിന് സഹിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പാണ്ഡവർക്ക് അദ്ദേഹം പ്രത്യേക സംരക്ഷണം നൽകിയിരുന്നു. അപ്പൊ അതുപോലെ ഒരു സുദീർഘമായ തീർത്ഥാടനത്തിനാണ് വിതുരർ പോകുന്നത്. അദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രത്തെ കുറിച്ച് ഓർത്ത് കുലത്തിലുണ്ടായ കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് തങ്ങളോടുള്ള കാരുണ്യവും മമതയും കൃപയും ഒക്കെ യുധിഷ്ഠിര മഹാരാജാവ് ഇവിടെ ഓർക്കുകയാണ്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ തങ്ങൾ ഇങ്ങനെ കാണുമായിരുന്നില്ല എന്ന് തീർച്ചയായും അറിയാവുന്ന ആളാണ് വിതുരര്. അപ്പൊ പ്രത്യേകിച്ച് ഭീമസേനന് കൊടുക്കുന്ന വിഷം കൊടുത്ത കാര്യവും അതുപോലെ ഇവരെ എല്ലാം വാരണാവതത്തിലേക്ക് അയച്ച കാര്യവും ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാവുന്നതാണ്. അദ്ദേഹത്തെല്ലാം ധൃതരാഷ്ട്രരെ കൊണ്ട് ചെയ്യിക്കുകയാണ്, അദ്ദേഹത്തിന്റെ പദ്ധതിയാണ്. ദുര്യോധനെ എല്ലാം പറയും. ദുര്യോധനും ശകുനിയും കൂടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ധൃതരാഷ്ട്ര അതിന് ഒന്നും മിണ്ടാതിരുന്നതെല്ലാം അനുവദിച്ചു കൊടുക്കുമായിരുന്നു. വാരണാവതത്തിലേക്ക് പോയപ്പോഴും അവിടെ ഒരു കൊട്ടാരം പണിയുന്നുവെന്നും അവിടെ പോയി താമസിക്കാൻ ഇവരെ പറഞ്ഞു വിടുമ്പോൾ അതാത് ദിവസം അദ്ദേഹത്തിന്റെ ചാരന്മാരെല്ലാ വൃത്താന്തങ്ങളും വിതുരരെ അറിയിച്ചിരുന്നു. അപ്പോൾ തന്നെ പാണ്ഡവർ അവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഓരോ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഉരുക്കുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക പദാർത്ഥങ്ങളാലോ നിർമ്മിക്കാത്ത ആയുധം ശത്രുവിനെ വധിക്കുന്നതിന് ആവശ്യമായതിൽ കൂടുതൽ മൂർച്ചയുള്ളതാണ്. ഈ വസ്തുതയെ പൂർണ്ണമായും ഗ്രഹിച്ച ഒരാളെ നിശ്ചയമായും വധിക്കുവാൻ സാധ്യമല്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ ആപത്തിലേക്കാണ് പോകുന്നത്, അതിൽ നിന്ന് രക്ഷ നേടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു സൂചന എന്ന് വെച്ചാൽ പാണ്ഡവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന സൂചന അവിടെ വെച്ച് നൽകുന്നുണ്ട്. അപ്പൊ അതുപോലെ പുതിയ കൊട്ടാരത്തിൽ വസിക്കുന്നത് കരുതലോടെ വേണമെന്ന് വിതുരർ പാണ്ഡവരോട് പ്രത്യേകം ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ അമ്മയോടൊത്താണ് പാണ്ഡവര് പോകുന്നത്. അവിടെ കൊട്ടാരത്തിൽ വന്ന് എല്ലാ കാര്യങ്ങളും അഗ്നിയെ സംബന്ധിച്ചുള്ള സൂചനയെല്ലാം നൽകി. പിന്നെ പറയുന്നുണ്ട് അഗ്നിക്ക് ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല, അതേസമയം ഭൗതിക ശരീരത്തെ നശിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. കാരണം എപ്പോഴും നമ്മൾ വിചാരിക്കും ഭഗവാൻ ഉണ്ടെങ്കിൽ ഭഗവാൻ ഞങ്ങളെ രക്ഷിച്ചോളൂ എന്ന് വിചാരിക്കും. ശരിയാണ്, അതേ രീതിയിൽ ഭഗവാൻ രക്ഷിക്കത്തക്ക രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിൽ തീർച്ചയായും ഭഗവാൻ രക്ഷിക്കും. പക്ഷെ അത്രയും പോരാതെ നമ്മളാണെങ്കിൽ ഭഗവാനെ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു ലേസിനെസ് കാണിച്ചാൽ നമ്മൾ ഒരിക്കലും അത് ഭഗവാൻ ആ സമയത്ത് നമ്മളെ രക്ഷിക്കണം. അപ്പൊ ഇത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കാര്യങ്ങൾ നോക്കണമെന്ന് ഇവരെ ഉപദേശിച്ചു വിടുന്നുണ്ട്. അങ്ങനെ പോകാൻ നേരത്തെ കുന്തി മഹാറാണിയും ഇവരെല്ലാം കൂടി ഇരിക്കുമ്പോൾ എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട്. അപ്പം വാരണാവതത്തിലേക്ക് പോവുകയാണ്. 14-ാം ദിനത്തിൽ കൊട്ടാരത്തിന് തീ പടരും എന്നറിഞ്ഞിരുന്നു. ഇതെല്ലാം ചിട്ടവട്ടമായ കാര്യങ്ങളെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ദുര്യോധനൻ ഈ പ്ലാനിങ് എല്ലാം എടുക്കുന്നതെല്ലാം അപ്പോൾ വർക്ക് മുഖാന്തരം ഇദ്ദേഹം അറിഞ്ഞിരുന്നു.
അപ്പം പാണ്ഡവരെല്ലാം അവരുടെ മാതാവിനോടൊപ്പം മരണപ്പെടുമെന്ന സൂചനയും അവിടെ നൽകിയിരുന്നു. അങ്ങനെ ആ സമയത്ത് വിതുരർ എന്ത് ചെയ്യുന്നു? വിതുരർ ആളുമാറി അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ആ ഒരു തുരങ്കം ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നു. അനെ കൊട്ടാരത്തിൽ അഗ്നി വിടരുമ്പോൾ ഇവര് തുരങ്കത്തിൽ കൂടി രക്ഷപ്പെടണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവിടെ അഗ്നിയിൽ വെന്ത പാണ്ഡവരെല്ലാം മരണപ്പെട്ടു എന്ന് കരുതുമെന്നും അപ്പൊ അത് ധൃതരാഷ്ട്രക്ക് സന്തോഷം ആയിരിക്കും എന്നും, പക്ഷെ സന്തോഷം പ്രകടിപ്പിച്ചെന്ന് വരില്ല എന്നും അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ തന്നെ നടന്നു. അപ്പൊ കൊട്ടാരത്തിലെ എല്ലാ അംഗങ്ങളും ദുഃഖത്തിൽ ആയപ്പോഴും പാണ്ഡവർ മരിച്ചുപോയി എന്ന് കരുതിയപ്പോഴും ധൃതരാഷ്ട്രക്ക് വലിയ ദുഃഖമൊന്നും ഉണ്ടായില്ല. അപ്പം എന്തെല്ലാം കാര്യങ്ങൾ നടന്നപ്പോഴും പാണ്ഡവർക്ക് എതിരായി ദ്രോഹ നടപടികൾ വന്നവരോടെല്ലാം അവരെ സംരക്ഷിച്ചിരുന്നത് ആരാണ്? വിതുരരാണ് എന്നും, ഒരു പക്ഷി സ്വന്തം മുട്ടകളെ എപ്രകാരമാണോ സംരക്ഷിച്ച് ഇതകൾക്കിടയിൽ വെച്ച് സംരക്ഷിക്കുന്നത്, അതുപോലെയാണ് അദ്ദേഹം സംരക്ഷിച്ചത് എന്നും ഇവിടെ ഓർമ്മിക്കുകയാണ്. യുധിഷ്ഠിരൻ അന്നത്തെ കാര്യങ്ങളെല്ലാം വിതുരർ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി കടന്നു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തത് ഭയാവൃത്തയാവർത്തിതം വശ്ചരത്വിക്ഷിതിമണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനീഹ ഭൂതലേ. കയാവൃത്തയാവർത്തിതം വശ്ചരത്വിക്ഷിതിമണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനീഹി ഭൂതലേ. കയാ വൃത്യാ വർത്തിതം വഹ ചരത്പി ക്ഷിതിമണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനി ഇഹ ഭൂതലേ. ഇനിയും അടുത്ത ചോദ്യം ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഒരാളെ കണ്ടാൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഭഗവാന് തുല്യരായ ആൾക്കാരെ കാണുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ കുറിച്ച് അറിയേണ്ടത് എന്നൊക്കെ നേരത്തെ തന്നെ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. അത് ഭഗവാനെ കുറിച്ചാണ് നമ്മൾ അന്ന് പഠിച്ചത്. ഇവിടെ എന്താണ് ഒരു ഭഗവത് ഭക്തനോട് എന്നത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. കയാവൃത്തയാ വർത്തിതം, ഏതൊന്നിനാലാണോ ഏതൊന്ന് മുഖാന്തിരമാണോ ജീവസന്ധാരണം നിർവഹിക്കുന്നത്, ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് എന്തിനാലാണോ വർത്തിതം വഹ ചരത്പി. വഹ എന്ന് പറഞ്ഞ് ഇവിടെ വിളിക്കുകയാണ്, അല്ലയോ മാന്യനായവനെ, ചരത്പി അങ്ങ് യാത്ര ചെയ്ത അവസരത്തിൽ ക്ഷിതിമണ്ഡലം ഭൂമിയുടെ ഉപരിതലം, ക്ഷിതിമണ്ഡലം തീർത്ഥാനി തീർത്ഥാടന കേന്ദ്രങ്ങൾ, ക്ഷേത്രമുഖ്യാനി എന്ന് പറഞ്ഞാൽ ക്ഷേത്രമല്ല, ഇവിടെ പുണ്യസ്ഥലങ്ങൾക്കെല്ലാം ക്ഷേത്രമുഖ്യാനി എന്ന് പറയും. സേവിതാനി അങ്ങയാൽ സേവിക്കപ്പെട്ടത്, ഇഹ ഇവിടെ ഈ ലോകത്തിൽ, ഭൂതലേ ഈ ഗ്രഹത്തിൽ. അപ്പം കയാവൃത്തയാ വർത്തിതം വശ്ചരത്പിക്ഷിതിമണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനീഹ ഭൂതലേ. കയാവൃത്തയാ വർത്തിതം. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കയാവൃത്യാവർത്തിതം വശ്ചരദ്ഭിഷിതിമണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനീഹ ഭൂതലേ. ഹരേ കൃഷ്ണ. അപ്പോഴേ അതിന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ ഭൂതലത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങയുടെ ജീവസന്ധാരണം എങ്ങനെയാണ് നടന്നിരുന്നത്? ഏതെല്ലാം പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമാണ് അങ്ങ് സേവനം അനുഷ്ഠിച്ചത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ശ്രീമദ് ഭാഗവതിലെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് അത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു ധൃതി വെച്ച് അങ്ങ് ചോദിക്കുകയല്ല. അതുകൊണ്ടാണ് അതിന് പറയുന്നത് തദേവ രമ്യം രുചിരം നവന്നമം. അപ്പം ആ ഒരു
ഭഗവാനെ കുറിച്ച് പറയുന്നത് എല്ലാം എങ്ങനെയായിരിക്കണം? നവമായ രുചിരത്തോടു കൂടിയതായിരിക്കണം, രുചിയുള്ളതായിരിക്കും. ഇവിടെയും ഈ പറയുന്ന ഓരോ വാക്കുകളും ഭക്തനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവ വളരെ വളരെ യുക്തിപൂർവം വളരെ സന്തോഷത്തോടുകൂടിയായിരിക്കണം പറയേണ്ടത്. അപ്പൊ ഇവിടെ അങ്ങ് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങക്ക് എങ്ങനെയാണ് ഓരോ ദിവസവും അങ്ങക്ക് എങ്ങനെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു? അങ്ങ് എന്ത് ആഹാരമാണ് കഴിച്ചിരുന്നത്? അങ്ങയുടെ ജീവിതം എങ്ങനെയായിരുന്നു? അങ്ങ് എവിടെയാണ് പൂജ ചെയ്തിരുന്നത്? അങ്ങനെ എങ്ങനെയാണ് ഭഗവാനെ കണ്ടുമുട്ടിയത്? ഭഗവാനെ അറിയാൻ കഴിഞ്ഞോ? ഇങ്ങനെ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അതെല്ലാം ചോദിക്കുകയാണ്. അങ്ങയുടെ എങ്ങനെയാണ് ജീവസന്ധാരണം നടത്തിയിരുന്നത്? ഇനി എന്തൊക്കെ പുണ്യസ്ഥലങ്ങളിൽ അങ്ങ് പോയി? ഏതെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അങ്ങ് സഞ്ചരിച്ചു? അങ്ങ് എന്ത് സേവനമാണ് അവിടൊക്കെ ചെയ്തത്? ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പൊ ഇത് ചോദിക്കുന്നത് അദ്ദേഹം ശരിക്കും രാജകൊട്ടാരത്തിലെ മന്ത്രിയായിട്ട് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒട്ടും തന്നെ ഇപ്പം പാണ്ഡവരെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോഴും ഹസ്തിനാപുരത്തിന് ഒരു കുറവും വരാതെ അതിനെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു മന്ത്രി മുഖ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെ ഗ്രഹസംബന്ധമായ പ്രവർത്തനം, കൊട്ടാരത്തിലെയും രാജ്യത്തിന്റെയും കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്ന അങ്ങ് അപ്പം രാജനൈതികമായ ഉപജാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ രാജാക്കന്മാർ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ആ പ്രവൃത്തിയിൽ നിന്ന് അല്പകാലത്തിലേക്ക് മാറി നിൽക്കുക. അല്പകാലത്തേക്കെന്നാണ് യുധിഷ്ഠിരൻ ഉദ്ദേശിച്ചത്. തിരിച്ചു വന്നാൽ വീണ്ടും തിരിച്ചു പോകുമെന്ന് യുധിഷ്ഠിരൻ കരുതുന്നില്ല. അതുകൊണ്ട് പറയുക, ഇവിടെ നിന്ന് വിട്ടു നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും അതുകൊണ്ട് ഇതിലൊരു കൊട്ടാരത്തിൽ നിന്നും യാത്ര പോവുകയും ചെയ്തു എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അപ്പൊ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും നേരിട്ട് അവർക്ക് അറിയില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന് മതിയായിട്ട് പോയി. കാരണം അവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര സുഖകരമല്ല. എല്ലാം ദുര്യോധനന്റെ കീഴിൽ കൂടിയാണ് എല്ലാ കാര്യങ്ങളും. ദുര്യോധന്റെയും ശകുനിയുടെയും കർണന്റെയും ഒക്കെ തീരുമാനത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അതൊന്നും സുഖകരമായിരിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെ അങ്ങ് ഈ ഉപജാപങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനാണല്ലോ അങ്ങ് പോയത് എന്ന് പറയുകയാണ്. അപ്പം അന്നത്തെ രാജാവായി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുര്യോധനാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് വളരെ മോശമായ സംസാരങ്ങൾ ഉണ്ടായി എന്ന് മറ്റുള്ളവർ പറഞ്ഞ്, ചാരന്മാർ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുമല്ലോ. അങ്ങനെ ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിരിക്കാം. അപ്പൊ വളരെ അനുചിതമല്ലാത്ത രീതിയിലുള്ള രാജാവിന്റെ ഇടപെടൽ കാരണം ആണ് അദ്ദേഹം പോയതെന്നും ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തെ ശൂദ്രാണി പുത്രൻ എന്ന് സംബോധന ചെയ്തിട്ട്, തനിക്കിവിടെ എന്ത് കാര്യം? ഈ കൊട്ടാരം ഞങ്ങളുടേതാണ്, തനിക്ക് എന്ത് കാര്യം? താൻ ശൂദ്രാണിയുടെ പുത്രനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വന്തം സഹോദരനാണ് എന്നിരുന്നാൽ പോലും ഒരേ അമ്മയുടെ മക്കളല്ല. അവരെ ആരാണ്? യഥാർത്ഥത്തിൽ ദാസീപുത്രനാണ് എന്നുള്ള എപ്പോഴും ദുര്യോധന ആ സംസാരം വെച്ചുകൊണ്ടാണ് ഏത് സമയത്തും അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഏത് സമയം സംസാരിച്ചിരുന്നത്. പരസ്യമായി ശൂദ്രാണിയുടെ പുത്രൻ എന്ന് അഭിസംബോധന ചെയ്തു. അപ്പൊ അങ്ങനെ ആ അധിക്ഷേപത്തെ കുറിച്ച് യുധിഷ്ഠിരൻ ഓർക്കുന്നുണ്ട്. അപ്പം വിതുരരുടെ മാതാവ് ശൂദ്രാണിയാണെങ്കിൽ പോലും അപ്പൊ അവര് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ദുര്യോധനൻ മറന്നുപോയി എന്നാണ് ഇവിടെ ഓർക്കുന്നത്. അപ്പൊ അങ്ങനെ പിതാമഹിയും പൗത്രനും അപ്പൊ ആ ഒരു ബന്ധത്തെ കുറിച്ച് അദ്ദേഹം മറന്നുപോയി. വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. അത് വിതുരർക്ക് അരുച്യമാവുകയും ചെയ്തു. താൻ ഒരു മന്ത്രിസ്ഥാനം ചെയ്യുന്ന ആളാണ്. അങ്ങനെ നോക്കി വരുന്ന ആളിനെ ഈ രീതിയിൽ സംസാരിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് താനിനി ഇവിടെ നിൽക്കണോ എന്ന ചിന്താഗതി ഉണ്ടായി. കാരണം താൻ പറയുന്നത് ഒന്നും ദുര്യോധനൻ കേൾക്കില്ല. അതോടൊപ്പം തന്നെ ദുര്യോധനൻ പറയുന്നത് മാത്രമേ ധൃതരാഷ്ട്രർ കേൾക്കുള്ളൂ. പിന്നെ തനിക്ക് ഇവിടെ എന്ത് സ്ഥാനം? അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായി. അപ്പൊ അങ്ങനെ ആ കൊട്ടാരം, തന്റെ പിതാവിന്റെ കൊട്ടാരത്തെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം സന്യാസം സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം വാനപ്രസ്ഥത്തിലാണ്. അപ്പൊ ഏതെല്ലാം സ്റ്റേജസ് ആണ് നമുക്കുള്ളത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ട്, ജീവിതത്തിൽ എത്ര സ്റ്റേജസ് ഉണ്ട്? 4 അല്ലേ മാതാജി? ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. അപ്പൊ ഇദ്ദേഹം
ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം സന്യാസത്തിന് സന്യാസം വാനപ്രസ്ഥം കഴിഞ്ഞിട്ടാണ്. നേരിട്ട് വേണമെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകുന്നവരും ഉണ്ട്. പക്ഷെ ഇവിടെ ഇവര് ഗൃഹസ്ഥരായിരുന്നു. അതുകൊണ്ട് ഗൃഹസ്ഥരായതിനു ശേഷം വാനപ്രസ്ഥത്തിലേക്ക് പോയി. അപ്പൊ അങ്ങനെ വാനപ്രസ്ഥത്തിന് പോകുമ്പോൾ വീട്ടുകാരുമായിട്ട് ബന്ധമില്ലാതെ ലോകത്തിലെ പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുക, തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം പോകുക, അങ്ങനെ ഒരേ സ്ഥലങ്ങളിലെല്ലാം പോയിരുന്നു അദ്ദേഹമെന്നും. അതിന് എക്സാമ്പിളൊക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വൃന്ദാവനത്തെ കുറിച്ചും ഹരിദ്വാറിനെ കുറിച്ചും ജഗന്നാഥപുരിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ മഹാഭക്തന്മാരെല്ലാം വാനപ്രസ്ഥത്തിന് അവിടെ പോവാറുണ്ട്. അതുപോലെ ഇദ്ദേഹവും വാനപ്രസ്ഥത്തിനായിട്ട് പോയി എന്നാണ് പറഞ്ഞത്. ഭോജനശാലകളുടെ കാരുണ്യത്താലാണോ വിതുരർ ജീവിച്ചിരുന്നെന്ന് അറിയുന്നതിന് യുധിഷ്ഠിര മഹാരാജാവിന് വളരെ ഔത്സുഖ്യമുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെ ഇത്രയും കാലം കഴിച്ചുകൂട്ടി? എന്താഹാരം കഴിച്ചിരുന്നു? ആരാഹാരം തന്നിരുന്നു? എവിടെയെങ്കിലും ഭോജനശാലകളിലാണോ അങ്ങനെ കഴിച്ചിരുന്നത്? ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കാനാണ് ശ്രമിച്ചിരുന്നത്. അദ്ദേഹം പോയി. അദ്ദേഹത്തിന് ആഹാരത്തിലോ അദ്ദേഹത്തിന് മറ്റൊന്നിലോ അല്ല ശ്രദ്ധ. ഭഗവാൻ പോകുന്നതിന് മുമ്പ് ഭഗവാനിൽ നിന്ന് എല്ലാ വിവരങ്ങളും ധരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ ഭഗവാൻ പോയപ്പോൾ തന്നെ മൈത്രേയനോട് പറഞ്ഞിരുന്നു, വിതുരർ നിന്നെ കാണാനായിട്ട് ഉടനെ എത്തും. ആ വിതുരർക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം നൽകിയിരിക്കണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ വിതുരർക്ക് എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ ഭഗവാൻ തന്നെ കുറിച്ച് പോകുന്ന അവസരത്തിൽ ഓർത്തിരുന്നു എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്ന് നേരത്തെ നമ്മൾ കണ്ടു. കാരണം ഭഗവാൻ എന്നെ കുറിച്ച് ഇത്രയും കാരുണ്യം ഉണ്ടായിരുന്നോ? നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കാറുണ്ട് അല്ലെ? അപ്പൊ ഭഗവാൻ എന്തെങ്കിലും നല്ലത് വരുമ്പോൾ ഭഗവാൻ നമ്മളോട് ഇത്രയും കാരുണ്യം കാണിച്ചുവല്ലോ എന്നുള്ള ആ ചിന്താഗതി അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയ്ക്കുന്നതിന് കാരണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പോയി. എത്രയോ നാളുകൾ അദ്ദേഹം മൈത്രേയ മഹർഷിയോടൊപ്പം എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ചു. ഭഗവാൻ പോയ കാര്യങ്ങളും അതെല്ലാം അറിയുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം അപ്പൊ ഇദ്ദേഹത്തിന് അത് അറിയാത്തത് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് ചെയ്തത്. അടുത്ത ശ്ലോകം. ഭവദ്വിധാ ഭാഗവതാസ് തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥി കുർവന്തി തീർത്ഥാനി സാന്തസ്തേന ഗതാ വൃഥാ. ഭവദ്വിധാ ഭാഗവതാസ് തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥി കുർവന്തി തീർത്ഥാനി സാന്തസ്തേന യഥാ വൃഥാ. ഭവദ്വിധാ ഭാഗവതാസ്. ഭവത് എന്ന് വെച്ചാൽ ഇവിടെ ശ്രേഷ്ഠാത്മാവായ അങ്ങ്, വളരെ നല്ലവനായ അങ്ങ് എന്നുള്ള അർത്ഥമാണ് ഭവത്. വിധ മീൻസ് അതുപോലെ, അതേ രീതിയിൽ എന്നൊക്കെ പറയും. ഭാഗവതാഹ. ഇവിടെ ഭാഗവത എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടു തരത്തിലുള്ള ഭാഗവതമുണ്ട്. ആരൊക്കെയാണ് മാതാജിമാർ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? രണ്ടു തരത്തിലുള്ള ഭാഗവതങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പ്രത്യക്ഷ ഭാഗവതം, ശബ്ദ ഭാഗവതം. ബുക്ക് ഭാഗവതവും നമ്മുടെ ഭാഗവതവും. അതുപോലെ പിന്നെ ആരാണ് ആ ഭാഗവതം കൊണ്ട് നടക്കുന്ന ഭക്തന്മാര്, ഭക്ത ഭാഗവത അല്ലെ? അപ്പം ഭക്തരാകുന്ന ഭാഗവതവും ബുക്ക് ഭാഗവതവും. ഭാഗവതാസ്. അപ്പൊ ആ ഒരു ഭാഗവതാഹ ഇവിടെ ഭക്തരെയാണ് ഉദ്ദേശിക്കുന്നത്. തീർത്ഥഭൂത. തീർത്ഥ മീൻസ് പുണ്യസ്ഥലങ്ങൾ. നമ്മൾ തീർത്ഥാടനത്തിന് ഇപ്പൊ എല്ലാവരും പോകുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതല്ല. തീർത്ഥാടനത്തിനുള്ള പുണ്യസ്ഥലങ്ങൾ. ഭൂതാഹ മാറ്റം വരിക എന്നുള്ളത്. ഭൂതാഹ മാറ്റം വരുത്തുക. സ്വയം വിഭോ. സ്വയം തനിയെ തന്നെ. വിഭോഹോ അല്ലയോ പ്രധാനിയായവനെ. വിഭോ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യാത്മാവായവനെ. തീർത്ഥി കുർവന്തി. തീർത്ഥി കുർവന്തി. കുർവന്തി മീൻസ് ആക്കി തീർക്കുക. തീർത്ഥി എന്ന് പറഞ്ഞാൽ പുണ്യസ്ഥലം. തീർത്ഥി കുർവന്തി പുണ്യസ്ഥലമാക്കി തീർക്കുക. തീർത്ഥാനി. തീർത്ഥാനി എന്ന് പറഞ്ഞാലും തീർത്ഥാടന കേന്ദ്രങ്ങള്. അന്തസ്തേന. അന്തസ്തേന എന്ന് പറഞ്ഞാൽ സ്വന്തം ഹൃദയത്തിൽ സ്ഥിതനായ ശേഷം. ഗതാഭൃത. പരമദിവ്യോത്തമ കൃഷ്ണായ. ഗതാഭൃത എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നുള്ള അർത്ഥമുള്ളൂ. ഭഗവാൻ ഗതാഭൃത പരമദിവ്യോത്തമ കൃഷ്ണായ ഭഗവാൻ. അപ്പം ഭവദ്വിധാ ഭാഗവത തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാഭൃത. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ.
ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഭാഗം 10. ഭഗവദ്ഗീയാ ഭാഗവതാ തീർത്ഥഭൂതാ സ്വയം തീർത്ഥികൂർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗദാഫൃതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവദ്ഗീത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭവദ്വിധാ ഭാഗവതാസ്തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗദാവൃതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നല്ലൊരു ശ്ലോകമാണ്, എല്ലാവരും ഓർത്തിരിക്കേണ്ട ശ്ലോകമാണ്. എല്ലാവരും തീർത്ഥയാത്രയൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു ശ്ലോകം കൂടിയാണിത്. ഭഗവദ്ഗീതാ ഭാഗവത തീർത്ഥഭൂതാ സ്വയം വിഭൂ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗദാവൃതാ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും വായിക്കണോ ഇത്? ഹരേ കൃഷ്ണ. ഭഗവദ്ഗീതാ ഭാഗവതാ തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗദാഫൃതാ. ഹരേ കൃഷ്ണ. പ്രഭു വായിക്കുന്ന പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവദ്ഗീതാ ഭാഗവത തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥകുർവന്തി തീർത്ഥാനി സാന്തസ്തേന ഗദാഫൃതാ. ഹരേ കൃഷ്ണ. ഗദാഫൃത. അതുപോലെ തീർത്ഥീകുർവന്തി, നീട്ടി പറയണം. തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗദാഫൃത. ഓക്കെ, ആർക്കും വായിക്കണമെന്ന് പറഞ്ഞു? തീർത്ഥീകുർവന്തി തീർത്ഥാനി സാന്തസ്തേന ഗദാഫൃതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഭഗവദ്ഗീതാ ഭാഗവതാസ്തീർത്ഥഭൂതാഃ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്ത്വാസ്തേന ഗദാവൃതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭവദ്വിധാ ഭാഗവതാസ്തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗദാവൃതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഭവദ്വിധാ ഭാഗവത, ഭാഗവതാഹ എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ വിസർഗമാണ് അവിടെ സ വരുന്നത്. ഭവദ്വിധാ ഭാഗവതാഹ നമ്മൾ പിരിച്ചെഴുതുമ്പോ ഭാഗവതാഹ എന്ന് നിർത്തിയിട്ടാണ്. കാരണം വൃത്തം ശരിയാകാനാണ് നമ്മൾ ഒരിക്കലും ഭാഗവതാസ് തീർത്ഥഭൂത എന്നങ്ങ് പറഞ്ഞു കളയരുത്. അത് പ്രത്യേകം നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ നമ്മള് ഓരോ വൃത്തം അതിന്റെ ലെവലിൽ നിൽക്കണം. നമ്മുടെ ട്യൂണ് വൃത്തത്തെ വിഴുങ്ങിക്കളയരുത്. അതാണ് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ നല്ല രീതിയിൽ വായിക്കുമ്പോഴും നമ്മള് നല്ല ട്യൂണോട് വായിക്കുമ്പോഴും അവിടെ വൃത്തം വരുന്നുണ്ടോ, അവിടെ അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഭവദ്വിധാ ഭാഗവതാസ് എന്ന് പറയും. ഭഗവതാസ് എന്ന് പറയാൻ കാരണം എന്താ? ആ വിസർഗം ഭാഗവതാഹ എന്നുള്ളത്. ഭവത് പ്ലസ് വിധ, അതാണ് ഭവദ്വിധ ഭാഗവതാസ് തീർത്ഥഭൂതാ സ്വയം. അപ്പൊ എവിടെ പിരിക്കണം, എവിടെ നമ്മുടെ ശ്വാസം വിടണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ, ശ്വാസം വിട്ടിട്ട് അടുത്ത് എടുക്കേണ്ടത് എവിടെയാണ്? ഭഗവദ്ഗീത ഭാഗവതാസ്. ഏത് ശ്ലോകം വായിക്കുമ്പോഴും നമ്മൾ അത് ഒന്ന് ശ്രദ്ധിച്ചു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ വായിച്ചു. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. ഭവദ്ഗീതാ ഭാഗവത തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗദാവൃതാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവദ്വിധാ ഭാഗവതാസ്തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗദാവൃതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ചോദിക്കാണ്, എന്റെ പ്രഭുവേ, അല്ലയോ മഹാനായവനെ, എന്റെ പ്രഭുവേ എന്ന് വിളിക്കേണ്ടി പറയും. അങ്ങേപ്പോലുള്ള പുണ്യാത്മാക്കൾ എന്ന് വെച്ചാൽ എത്ര പുണ്യം ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം.
അങ്ങനെയുള്ള ആ പുണ്യാത്മാക്കൾ ഈ പുണ്യസ്ഥലങ്ങളുടെ മൂർത്തീഭാവമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യസ്ഥലങ്ങളുടെ ഇരിപ്പിടമാണ് അങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു അങ്ങ് ഇരിക്കുന്നിടത്ത് വേറൊരു പുണ്യസ്ഥലം എന്തിനാണ് എന്ന് നമ്മൾ ചോദിക്കില്ലേ? അത്രമാത്രം പുണ്യാത്മാവാണ് അങ്ങയെന്ന്. അതിനപ്പുറം വേറൊരു ഇതില്ല. കാരണം അങ്ങയുടെ മനസ്സ് അത്രമാത്രം ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഭഗവാൻ അങ്ങയുടെ അന്തരംഗത്തിൽ കുടികൊള്ളുന്നത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളെയും പുണ്യസ്ഥലങ്ങളാക്കി രൂപാന്തരപ്പെടുത്താൻ അങ്ങേക്ക് കഴിയും. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പുണ്യസ്ഥലത്ത് പോയി അവിടെ തൊഴുതു, അവിടെ ഭഗവാനെ കണ്ടു, ഇതൊക്കെ ശരി തന്നെ. എങ്കിലും അവിടെ ഇരിക്കുന്ന ആ പുണ്യാത്മാക്കളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടണം. അങ്ങനെയുള്ള പുണ്യാത്മാക്കളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അങ്ങേപ്പോലുള്ള പുണ്യാത്മാക്കളാണ് ഈ പുണ്യസ്ഥലങ്ങളിൽ ഇരിക്കുന്നത്. അപ്പൊ ആ പുണ്യസ്ഥലങ്ങളിലുള്ള പുണ്യാത്മാക്കളിൽ നിന്ന് ആ ഉപദേശം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനവുമാണ്. അതുപോലെ അങ്ങയുടെ അന്തരംഗത്തിൽ വേറെ ഒന്നുമില്ല. കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയോ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയോ മറ്റൊന്നും ഇന്നില്ല. കാരണം ഇതുവരെയും രാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത ഇവിടെ നിന്ന് പോകുന്നവരെ ഉണ്ടായിരുന്നു, അപ്പൊ ഹസ്തിനാപുരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഭഗവാനെ തന്റെ അന്തരംഗത്തിൽ കുടികൊള്ളിക്കുകയാണ്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ അന്തരംഗത്തിൽ ഭഗവാനെ കുടികൊള്ളിച്ചിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഏത് സ്ഥലത്ത് പോയാലും അവിടെ ആ സ്ഥലങ്ങളെല്ലാം തീർത്ഥസ്ഥലങ്ങളാക്കി മാറ്റാനുള്ള കഴിവ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ എക്സാമ്പിൾ നമ്മുടെ ശ്രീലപ്രഭുപാദിന് പറഞ്ഞിരിക്കുന്നത് അന്തരീക്ഷത്തിലെല്ലാം വൈദ്യുത ശക്തിയുണ്ട്. അപ്പൊ എവിടെയും അതുപോലെ തന്നെയാണ് എവിടെയും പരമപുരുഷൻ ഈ പ്രപഞ്ചത്തിലെല്ലാം, ഭൗതിക ലോകത്തിലെല്ലാം, ആത്മീയ ലോകത്തിലും ഭൗതിക ലോകത്തിലും ഒരുപോലെ ഭഗവാൻ ഉണ്ട്. ഏതുപോലെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. അന്തരീക്ഷത്തിൽ എന്തുണ്ട്? വൈദ്യുത ശക്തി വ്യാപിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് വൈദ്യുത സാന്നിധ്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബൾബ് ഇട്ടെങ്കിലല്ലേ കത്തുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഏതെങ്കിലും ഒരു ബൾബോ ഒരു ട്യൂബോ കൊണ്ടിടുമ്പോൾ മാത്രമേ അത് കത്തി വൈദ്യുതി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നുള്ളൂ. അതുപോലെ വിതുരരെ പോലെയുള്ള ഭഗവാന്റെ ഭക്തരാൽ എല്ലായിടത്തും എന്താണ് ഭഗവാൻ ഉണ്ട് എന്നുള്ളത് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഭഗവാൻ ഉണ്ട്. സർവവ്യാപിയാണ് ഭഗവാൻ എന്നുള്ളത്. നമ്മൾ പറയും ആ ഭഗവാൻ എന്താണ്, ഓംനിഷ്യന്റ് ആണ്, ഓംനി പ്രസന്റ് ആണ്, ഓംനി പൊട്ടന്റ് ആണ് എന്നൊക്കെ പറയും അല്ലേ? അപ്പൊ അങ്ങനെ ആ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇതുപോലെയുള്ള ഭക്തന്മാർ എല്ലായിടത്തും തങ്ങളുടെ ഉള്ളിൽ ഭഗവാനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിതുരെ പോലെയുള്ള ശുദ്ധഭക്തർക്ക് ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും എവിടെയും അനുഭവപ്പെടുന്നു. അപ്പൊ എല്ലാറ്റിനെയും ഭഗവാനെ എല്ലാ വസ്തുക്കളിലും അവർ ദർശിക്കുന്നു. എല്ലാ ഭഗവത് ശക്തികളും കാണുന്നതിലെല്ലാം അവർ ദർശിക്കുന്നു. അപ്പം ആരെ കണ്ടാലും അതിലുള്ള ഭഗവത് ശക്തിയെ കുറിച്ചാണ് അവരിങ്ങനെയുള്ളവരെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ശുദ്ധഭക്തരുടെ സാന്നിധ്യത്താൽ അന്തരീക്ഷം തന്നെ വളരെ പരിശുദ്ധമായി മാറും അവരിയ്ക്കുന്നിടമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പരമമുക്തിക്കായി നമ്മൾ എവിടൊക്കെ പോകും? ഗംഗയിൽ പോയി സ്നാനം ചെയ്യും, യമുനയിൽ പോയി സ്നാനം ചെയ്തും ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കും, പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടനത്തിന് പോകുന്നു. അങ്ങനെ ഉള്ള ആൾക്കാരാണ് കൂടുതലും ഇന്ന് കാലത്തിൽ. ഒരുപാട് പേര് അങ്ങനെ പോകുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഭഗവാൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരുപാട് പേര് പോകുന്നവരും ഉണ്ട്. അപ്പം ഈ പോകുന്നവരും അവിടെ ശുദ്ധഭക്തരുണ്ട് എങ്കിൽ അവരുടെ നിഷ്കളങ്കവും നിർവിഘ്നവും ആത്മാർത്ഥവുമായ നിസ്വാർത്ഥ സേവനം കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് കൂടി ഭഗവാനെ പകർന്നു കൊടുക്കാൻ അവർക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വാക്കുകൾ കൊണ്ടുപോലും ചിലപ്പോൾ മറ്റുള്ളവരിൽ മാറ്റം വരുത്താനും ഈശ്വരനെ അവിടെ കാണിച്ചു കൊടുക്കാനും അവർക്ക് കഴിഞ്ഞെന്ന് വരും. എന്നുള്ള നിഷ്കളങ്കവും നിർവിഘ്നവും ആത്മാർത്ഥവുമായ നിസ്വാർത്ഥ സേവനം കാരണം ഹൃദയത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ അവരുടെ ഹൃദയത്തിൽ സദാ കുടികൊള്ളുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നമ്മളിപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ ശ്രവണം, കീർത്തനം, അങ്ങനെയുള്ള ആ ക്രിയകൾക്ക് എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ജപക്രിയകളിലൂടെ നമ്മുടെ കർമ്മഫലത്തെ കുറയ്ക്കാനാണ് നമ്മൾ എത്രയോ ജന്മാന്തരങ്ങളായി ചെയ്തു പോയ എല്ലാ കർമ്മഫലത്തെയും കുറച്ചിട്ട് അതിന്റെ ഫലത്തെയൊക്കെ കുറച്ചിട്ട് എന്റെ ഭഗവാന്റെ പരിപൂർണവും ഫലപ്രദവുമായ സേവനത്തിൽ സദാ നിമഗ്നരാക്കി തീർക്കാൻ അവരുടെ സഹായം എന്ന് വെച്ചാൽ അവരിൽ യാതൊരുവിധ
ആ കർമ്മഫലങ്ങളെ എല്ലാവരും മാറ്റിയെടുത്തിരിക്കുന്നു ഭഗവത് ചിന്തയാൽ. ഭഗവാനെ കുറിച്ചുള്ള ഈ എല്ലാ ശ്രവണങ്ങളാൽ, ശ്രവണ കീർത്തന സ്മരണാദികളാൽ അവര് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളെല്ലാം ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നാരദ മഹാത്മ്യങ്ങൾ ശ്രവിച്ചത്, നാരദനിൽ നിന്നും വ്യാസദേവൻ മഹാത്മ്യം ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം ഭാഗവത എഴുതിയെന്ന് പറഞ്ഞു. അതുപോലെ സുഖദേവ് ഗോസ്വാമി പിതാവിൽ നിന്ന് ഇത് കേട്ടു. പരീക്ഷിത് മഹാരാജാവ് വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹം അത്. അങ്ങനെ എല്ലാവിധ പുണ്യകാര്യങ്ങൾ, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അഖിലമാകാതെ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ, അങ്ങനെയുള്ള സ്ഥലത്തെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുണ്യാത്മാക്കൾ ഇരിക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള സ്ഥലത്തിന് തുല്യമാണ്, ആ പുണ്യസ്ഥലത്തിന് തുല്യമാണ് അങ്ങയുടെ ഈ ഇരിപ്പിടം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങും ശുദ്ധഭക്തനായ അങ്ങും പുണ്യസ്ഥലവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഹരേ കൃഷ്ണ. ഭഗവാനെ 11. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി, ഈ വിതുരർക്ക് ഈ രണ്ടു മക്കളോടും ഒരേപോലെ സത്യത്തിൽ ഒരേപോലല്ലേ സ്നേഹം വരേണ്ടതാ? അവര് കറക്റ്റ് അവരെ ഒരേപോലെ തന്നെയല്ലേ കാണേണ്ടത്? അപ്പം പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ 2 മക്കളുണ്ടെങ്കിൽ ഒരാൾ നല്ല മിടുക്കനായിരിക്കാം, ഒരാളെ അല്പം കഴിവില്ലാത്തവനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപ്പൊ കഴിവുള്ളവൻ കഴിവില്ലാത്തവനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആരോട് നിൽക്കും? മാതാജിക്ക് 2 മക്കളുണ്ട്. ഒന്ന് നല്ല കഴിവുള്ള മോനുമാണ്, ഒന്ന് കഴിവില്ലാത്തവനുമാണ് എങ്കിൽ അപ്പൊ ആ കഴിവുള്ളവൻ ഇവനെ ചൂഷണം ചെയ്തെല്ലാം തട്ടിപ്പറിക്കാൻ നോക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? മാതാജി ആരോട് നിൽക്കും? പക്ഷെ അവരെ നമുക്ക് ഒന്ന് തിരുത്താൻ, വിതുരരെ അവിടെ അവരെ പറഞ്ഞു തിരുത്തുന്നില്ലല്ലോ മാതാജി. ആര് പറഞ്ഞു മാതാജി? വിതുരര് ജീവിതകാലം മൊത്തം അതിനാണ് ഉപയോഗിച്ചത്. ജീവിതം മുഴുവനും എത്രയോ കാലം ധൃതരാഷ്ട്രരെ ഉപദേശിച്ച് അദ്ദേഹം തോറ്റു. ധൃതരാഷ്ട്രക്ക് എല്ലാവിധ ഉപദേശം, ആ ഉപദേശം കൊടുത്തതാണ്, തിരുത്താൻ ശ്രമിച്ചതാണ് ഇവരെ ശത്രുവാക്കി മാറ്റിയത്. കാരണം ഇന്നും ധൃതരാഷ്ട്രോട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇവരെ സഹായിക്കണം, ഇത് പറഞ്ഞ് നമ്മളെ മഹാഭാരതം വായിക്കണം. അപ്പോഴേ അറിയത്തുള്ളൂ ഏതെല്ലാം രീതിയിൽ അവരെ ധൃതരാഷ്ട്രെ, തന്റെ അന്ധനായ ജ്യേഷ്ഠനെ ഏതെല്ലാം രീതിയിൽ മാറ്റിയെടുക്കാൻ നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ശ്രമവും അവിടെ വിജയിക്കുകയില്ല എന്ന് മനസ്സിലായി. അതിന് കാരണക്കാരനായിട്ട് അവിടെ ആരിപ്പുണ്ട്? ആരാണ് ഇതിന് കാരണക്കാരനായിട്ടിരിക്കുന്നത്? ശകുനി പറയും. കാരണം വിവാഹം കഴിച്ചപ്പോൾ തന്നെ തന്റെ കൂടാണ് തന്റെ സഹോദരിയെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്ന. അവരും കണ്ണു മൂടിക്കെട്ടിയാണ് ഇരിക്കുന്നത്. അങ്ങോട്ടേ ശകുനി അവിടെയുണ്ട്. അപ്പൊ എന്തെല്ലാം സംഭവിക്കുമ്പോഴും ഒരിക്കലും ധൃതരാഷ്ട്രയെ നേരെ വഴിയിലേക്ക് വിടുകയില്ല എന്നുള്ളതായിരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ എത്ര ഉപദേശിക്കാമോ അത്രമാത്രം ഉപദേശിച്ചിരുന്നു വിതുരര്. ആ ഉപദേശത്തിനൊന്നും അവിടെ യാതൊരു വാല്യവും കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. കാരണം അങ്ങനെ ചെയ്യരുതെന്ന് ലാസ്റ്റിൽ വളരെ നിശ്ചയത്തോടുകൂടി പറഞ്ഞപ്പോഴാണ് പൊട്ടിത്തെറിച്ചത് ദുര്യോധനൻ. അപ്പൊ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമൊന്നും വെളിയിൽ വരില്ല. എന്നിരുന്നാൽ തന്നെയും അപ്പൊ അങ്ങനെ വളരെ മോശമായ രീതിയിലാണ് അവിടെ പെരുമാറുന്നത്. എത്രമാത്രം ഉപദേശിക്കാമോ അത്രമാത്രം കാര്യങ്ങൾ. അപ്പം വേണ്ട സമയത്തല്ല. 2 കൂട്ടരും ഒരുപോലെ കാര്യമായിരുന്നു. ധൃതരാഷ്ട്രൻ വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഇവിടെ വരാൻ തന്നെ കാരണം എന്താണ്? ധൃതരാഷ്ട്രോട് കാരുണ്യം കാണിക്കാനാണ്. അല്ലാതെ പാണ്ഡവരോട് കാരുണ്യം കാണിക്കാനല്ല വന്നത്. അതിന്റെ ആവശ്യമേ ഇല്ലെന്നറിയാം. പക്ഷെ ധൃതരാഷ്ട്രോട് കാരുണ്യം കാണിക്കാനാണ് ഇവിടെ എത്തിയത്. ആദ്യ തൊട്ട് തന്നെ എല്ലാ കാര്യത്തിലും ധൃതരാഷ്ട്രയെ ഉപദേശിച്ച് വന്നു. പക്ഷെ ഒരിക്കലും അതൊന്നും വിജയിച്ചില്ല. അതാണ് ഇദ്ദേഹത്തിന്റെ പരാജയം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി പറഞ്ഞ 7ാമത്തെ ശ്ലോകം ഞാൻ കാണാതെ പഠിച്ചു. പറയൂ മാതാജി. ഹരേ കൃഷ്ണ. ഭവായ വിശ്വം ഭവായനസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാധാത സുഹൃപദീം പിതാ ത്വം ഗുരു ത്വം സദ്ഗുരുർ നഃ പരമം ച ദൈവതം യസ്യാനുവൃത്യോ കൃതിനോ കൃതിസ്നോ ബഹുഭിവ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വേറെ ആരെല്ലാം പഠിച്ചോ? ഭവായനസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാധാത സുഹൃത്പ്രതിപ്രദാം സദ്ഗുരുർനഃ പരമം ച ദൈവതം യാനിവൃത്യാ കൃതിനോ ബഹുവിമ. ഡെയിലി അത് നമ്മൾ പറയുക ഭഗവാന്റെ കാരുണ്യത്തിനായിട്ട്. ഹരേ കൃഷ്ണ. ആരെങ്കിലും പഠിച്ചിട്ടുള്ളത്? ഹരേ കൃഷ്ണ. മാതാജി ആദ്യത്തെ 7 മാത്രം ഞാൻ പഠിച്ചോളൂ.
ഏഴ് ഞാൻ പറഞ്ഞത് മാതാജി. എട്ട് ഞാൻ ഏഴും പറഞ്ഞു. എട്ടും ഏഴും മാതാജി എട്ടും പഠിക്കാൻ പറഞ്ഞില്ലേ? രണ്ടും പഠിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ. ഞാൻ ഏഴ് എനിക്ക് കണ്ണു വയ്യ, ഞാൻ ഒരെണ്ണേ പഠിച്ചോളൂ. അത് പറയട്ടാ പറയട്ടെ മതി, അത് പറയൂ പറയട്ടെ. പറയൂ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ ഭവായനസ്തം ഭവ വിശ്വപാവന ത്വമേവ മാതാത സുഗർപതി പിതാ ത്വം സദ്ഗുരുർ പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ ഭൂവിമ. തെറ്റിപ്പോയി. സാരമില്ല മാതാജി, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തായാലും എന്താണ് നടക്കുമ്പോൾ നമ്മൾ വീണാണ് നടക്കാൻ പഠിക്കുന്നത് അല്ലേ? അതുപോലെ പഠിക്കുമ്പോഴും തെറ്റുകളൊക്കെ വരും. അതിനൊരു പ്രശ്നമില്ല. പഠിക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി, ഇന്ന് എന്റെ മോളുടെ റിസൾട്ട് വരുന്നു. എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണേ അവർക്ക് വേണ്ടി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല റിസൾട്ട്